പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട് മഹാസമാധി പ്രാപിച്ച ആദിദൈവം. വരുന്ന വർഷം മുതൽ കലണ്ടറിൽ 2 സമാധി ദിനങ്ങളുള്ള ഞങ്ങളുടെ മണിയൻ ദൈവത്തിൻ്റെ വെറും സമാധി ദിനത്തിലും മഹാസമാധി ദിനത്തിലും അവധി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ചില സംഘടനകൾ വരുവാനുള്ള സാധ്യത മണിയൻ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നു. സംശയത്തിൻ്റെയും വെറും ഊഹാപോഹങ്ങളുടെയും കരിനിഴൽ വീഴ്ത്താത്ത നല്ല അന്തസ്സായി താൻ സ്വജീവൻ വെടിഞ്ഞതാണെന്നുള്ള നല്ല ഒന്നാന്തരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്വന്തമായുള്ള ഒരു പുതിയ ദൈവത്തെ കൂടെ ഈ കേരളദേശത്തിന് കിട്ടിയിരിക്കുകയാണ്. മണിയൻ എന്ന ഗോപൻ ചാമി, ഇന്നത്തെ ചാമി നാളത്തെ ദൈവം എന്നതാണല്ലോ നാട്ടു നടപ്പ്. സ്വന്തമായി ഭാര്യയും സ്വന്തമായി 2 മക്കളുമുള്ള ചാമി. ആരും ചിരിക്കരുത്, കാരണം പണ്ട് DNA ടെസ്റ്റും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് നമ്മൾ ആരാധിക്കുന്ന പല ദൈവങ്ങളും നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്ന ആ യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. മക്കളോട് ആദ്യമായി ഡേ എനിക്ക് പെടുക്കാൻ വിട്ടണടേ എന്ന് പറയുന്ന പോലെ പുള്ളേ ഡേ എനിക്ക് സമാധിയാകുവാൻ വിട്ടണടേ എന്ന് ആദ്യമായി തൻ്റെ ഇളയ മകനെ വിളിച്ചു പറഞ്ഞ് ചമാധിയായ ചാമി, ഗോപൻ ചാമി. ഇനി ഇദ്ദേഹത്തിൻ്റെ വാച്ചിൽ ഋഷിപീഠം മഹാസമാധിയിടം എന്നറിയപ്പെടും. മറ്റൊരു തീർത്ഥാടന കേന്ദ്രമായി ഇത് മാറും. മക്കൾ മഠാധിപതികളായി മാറും. ദാരിദ്ര്യമെല്ലാം പമ്പ കടക്കും. കേരളത്തിൻ്റെ ഒടിഞ്ഞ അഭിവൃദ്ധിക്ക് കാരണഭൂതനും അല്ല ഫിനിക്സ് പക്ഷിക്കും മൂങ്ങ പോലത്തെ പ്രജകൾക്കും ഇതിലും അഭിമാനിക്കാം. മണിയൻ എന്ന ഗോപനപ്പൂപ്പൻ സമാധിയായി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം സമാധി എന്ന പദത്തിന് വളരെ അർത്ഥവ്യാപ്തിയുള്ള പദമാണ്. അതിന് മരണം എന്നർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ ആ പദം ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഹൈന്ദവ സന്യാസിമാർ മരിക്കുന്നതിനെയോ അവരുടെ ശവകുടീരത്തെ വിശേഷിപ്പിക്കുന്നതിനോ ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ സമാധിയാകുക അല്ലെങ്കിൽ സമാധി എന്നൊക്കെയുള്ള പദം കൊണ്ട് പൊതുവെ ഉദ്ദേശിക്കുന്നത്. സമാധി എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നല്ല എന്നാണ് ചില കൂടിയ സന്യാസിമാർ പറയുന്നത്. അവരുടെ അഭിപ്രായത്തിൽ സമാധിയിലാകെ 8 നിലകളുണ്ട് എന്നാണ്. അതിൽ പരമോന്നത നിലയാണത്രേ മഹാസമാധി. ശവം തോണ്ടി പോസ്റ്റ്മോർട്ടം ചെയ്ത് രണ്ടാമതും കൊണ്ട് കുഴിച്ചിടുന്നതല്ല മഹാസമാധി എന്നർത്ഥം. ഈ കൂടിയ സ്വാമിമാരുടെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ ആത്മസാധനങ്ങൾ വഴി സമാധിയിലെത്തിയ ശേഷം തിരിച്ചു വരുവാനുള്ള ബോധം അവർക്ക് തീർച്ചയായും ഉണ്ടായിരിക്കും എന്നാണ്. പക്ഷേ ആത്മീയ ചരിത്രത്തിൽ നോക്കിയാൽ അങ്ങനെ സമാധി നിലയിലേക്ക് ചെല്ലുന്നവർ തിരിച്ചു വന്നതായി കാണുന്നില്ല. ഉദാഹരണത്തിന് ഗൗതമ ബുദ്ധൻ്റെ പല ശിഷ്യന്മാരും സമാധി നിലയിലേക്ക് എത്തിയിട്ട് പിന്നീട് തിരിച്ചു വന്നിട്ടില്ലാത്രേ. ആ രസം കളഞ്ഞ് വരുവാൻ അവർക്ക് സാധിക്കില്ല പോലും. പക്ഷേ ശ്രീബുദ്ധൻ 8 സമാധി നിലകളെയും പരിശോധിച്ച് മനസ്സിലാക്കി. ജ്ഞാനം ലഭിക്കും മുമ്പ് തന്നെ അത് തനിക്ക് ആവശ്യമില്ലെന്ന് കരുതി ഉപേക്ഷിച്ചു. ആ സമാധി നില തൻ്റെ ജ്ഞാനത്തിലേക്ക് കൊണ്ടുപോവുകയില്ലെന്ന് ശ്രീബുദ്ധൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സമാധി നിലയേക്കാളും ഉയരത്തിലാണത്രേ ജ്ഞാനനില. സമാധി നില എന്ന് പറയുന്നത് ഒരു ആനന്ദദായകമായ സ്ഥിതിയാണത്രേ. എനിക്കറിയില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ല കേട്ടോ. ഈ അവസ്ഥയിൽ നിന്നും 2-3 ദിവസങ്ങൾക്ക് ശേഷം ചിലർ തിരിച്ചു വരാറുണ്ട് പോലും. പക്ഷേ സമാധി നിലയിലെത്തുമ്പോൾ അബോധാവസ്ഥയിലാണെങ്കിൽ ആ തിരിച്ചുവരവ് അസാധ്യമായിരിക്കും അത്രേ. ഇതാണ് പൊതുവെയുള്ള അവസ്ഥ. എന്നാൽ ഇതിന് അപവാദമായി ചിലർ സമാധി നിലയിലെത്തും മുമ്പ് തന്നെ എപ്പോൾ പുറത്തു വരണമെന്ന് തീരുമാനിച്ചുകൊണ്ട് പ്രവർത്തിക്കും. അപ്രകാരം തിരികെ വരുവാൻ സാധിച്ചിട്ടുള്ളയാളാണത്രേ ശ്രീരാമകൃഷ്ണ പരമഹംസൻ. സമാധി എന്ന പദത്തെ സമ പ്ലസ് ദി എന്ന് പിരിക്കുമ്പോൾ സമ എന്നത് സമനില എന്നും ദി എന്നാൽ ബുദ്ധി എന്നുമാണ് അർത്ഥം. ഭൗതികമായി സമനിലയിലെത്തുന്നതിനാണത്രേ സമാധി എന്ന് പറയുന്നത്. 3 ദിവസത്തെ സമാധി കഴിഞ്ഞിട്ട് തിരിച്ച് ബോധതലത്തിലേക്ക് വരുന്ന ഒരാളോട് ചോദിച്ചാൽ 3 ദിവസത്തെ കണക്കല്ല പറയുക, മറിച്ച് ചില സെക്കൻഡുകളുടെ കണക്കായിരിക്കും അവർ പറയുക. ചില മഹാന്മാർ ഇങ്ങനെ ജന്മാന്തര യാത്ര നടത്തുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ സമാധി അവസ്ഥയിൽ നിന്ന് നമ്മുടെ മണിയണ്ണൻ എന്ന ഗോപനപ്പൂപ്പന് തിരികെ വരണമെന്ന് ഒരു ആഗ്രഹം തോന്നിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ പിടിച്ച് അറയിലിരുത്തി നെഞ്ചുവരെ ഭസ്മത്തിൽ മൂടി മുകളിൽ വലിയ സ്ലാബും വാർത്തു വെച്ചത് കൊലപാതകമല്ലേ എന്നാണ് ഈ ഉള്ളവൻ്റെ സംശയം. സുബോധമുള്ളവർ വായും പൊളിച്ചാണ് ഈ വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ അത്യാവശ്യം അടിപിടിയും സാമൂഹിക വിരുദ്ധ പ്രവർത്തനവുമൊക്കെയായി നടന്ന മണിയാശാൻ നാടുവിടുക, ചുമട്ടുതൊഴിലാളിയായി ജീവിക്കുക, ഭാര്യയും 2 മക്കളുമൊക്കെയായി സുഖമായി ജീവിക്കുക, അവരും വിവാഹം കഴിച്ച് മക്കളായി മാറിയപ്പോൾ സ്വാമിയാണെന്ന് സ്വയം പറയുന്നു. വീട്ടുവാച്ചലിൽ ഒരു ശിവക്ഷേത്രം പണിയുക, സ്വയം പൂജാരിയാകുക, മക്കളും ഈ പാത പിന്തുടരുക. പ്രായാധിക്യം കൊണ്ട് കിടപ്പായി മരുന്ന് കഴിച്ച് കിടക്കുമ്പോൾ മക്കളോട് മക്കളെ എനിക്ക് സമാധിയാകണം എന്ന് പറയുക. പിന്നെ സംഭവിച്ച നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. ചാച്ചര കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നോർത്തോണം. ഈ കുടുംബത്തിൻ്റെ മനോനിലയേക്കാൾ
ഇവരുടെ പിന്നാലെ പോകുന്നവരുടെ ആ മനോനിലയാണ് എനിക്ക് ഭയം ഉളവാക്കുന്നത്. എന്തെങ്കിലും ഒരു അസ്വാഭാവികത ഉള്ളതായി അവർക്ക് പോലും തോന്നുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ആറാലുമൂട് കാവുവിളാകം സിദ്ധൻ ഭവനിൽ മണിയൻ എന്ന ഗോപൻ്റെ മക്കളുടെ വാക്കുകൾ പ്രകാരം ഇക്കഴിഞ്ഞ ജനുവരി 9 പിതാവിൻ്റെ ആഗ്രഹപ്രകാരം സ്വർഗവാതിൽ ഏകാദശി ദിവസം അദ്ദേഹത്തെ സമാധിയിരുത്തിയെന്ന് മക്കൾ വെളിപ്പെടുത്തിയതോടെയാണ് സംസ്ഥാനം ഏറെ കൗതുകത്തോടെ ചർച്ച ചെയ്ത ആ സമാധി വിവാദത്തിന് തുടക്കമായത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാർ രംഗത്ത് വരികയും ഒരു അയൽവാസിയുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു. രോഗബാധിതനായി കിടപ്പിലായിരുന്ന ഗോപൻ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ മരിച്ചെന്നും സമാധി ഇരുത്തിയെന്നുമാണ് ഭാര്യ സുലോചനയും മക്കളായ രാജസേനനും സനന്ദനും ആദ്യം പറഞ്ഞത്. രാവിലെ 10ഓടെ അറയിലേക്ക് നടന്നുപോയി പത്മാസനത്തിൽ ചടഞ്ഞിരുന്ന പിതാവിന് വേണ്ടി പുലർച്ചെ 3 വരെ പൂജാകർമ്മങ്ങൾ ചെയ്തതായി മകൻ രാജസേനൻ പിന്നീട് പോലീസിന് മൊഴി നൽകി. അപ്പോഴാണ് സമാധി പൂർത്തിയായതെന്നും പിന്നീട് ഈ അറ കോൺക്രീറ്റ് സ്ലാബ് ഉപയോഗിച്ച് അടച്ചുവെന്നും രാജസേനൻ പറഞ്ഞു. ഗോപൻ്റെ മരണം വിവാദമായതോടെ വർഗീയ കാർഡ് ഇറക്കി മക്കൾ പ്രതിരോധിക്കുവാൻ ഒരു ശ്രമം നടത്തി. സഹായവുമായി ഹിന്ദു ഐക്യവേദിയും VSDPയും എത്തിയതോടെ വിവാദം കടുത്തു. കല്ലറ തുറന്ന് പരിശോധിക്കുവാനുള്ള RDOയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കുടുംബത്തിൻ്റെ ആവശ്യം കോടതി തള്ളിയതോടെ കുടുംബത്തിൻ്റെയും മറ്റ് സംഘടനകളുടെയും പ്രതിഷേധം അല്പം ഒതുങ്ങി. തുടർന്ന് കഴിഞ്ഞ ദിവസം പോലീസ് കല്ലറ പൊളിക്കുകയും ഗോപൻ്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടത്തുവാൻ വേണ്ടി കൊണ്ടുപോവുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോലീസ് പറഞ്ഞത് പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ഗോപൻ്റെ മരണകാരണം വ്യക്തമല്ലെന്നാണ്. ആന്തരാവയവങ്ങളുടെ പരിശോധനാ ഫലം ലഭിച്ചെങ്കിലേ മരണകാരണം അറിയുവാൻ കഴിയൂ എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ സംഘം പോലീസിനെ അറിയിക്കുകയും ചെയ്തു. മരണം നടന്ന സമയത്തെക്കുറിച്ചും അവ്യക്തതയുണ്ട്. തലയിൽ കരുവാളിച്ച പാടുകളുണ്ട്. മരണകാരണം കണ്ടെത്തുവാൻ 3 പരിശോധനാ ഫലങ്ങൾ പുറത്തു വരണം. ശ്വാസകോശത്തിൽ ഭസ്മം കലർന്നിട്ടുണ്ട്. തലയിലെ കരുവാളിച്ച പാടുകൾ പരിക്കിൻ്റേതാണോ എന്നും പരിശോധിക്കണം. വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ആന്തരാവയവങ്ങളുടെ പരിശോധനാ ഫലവും പുറത്തു വരണം. ഇതിന് കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും വേണം എന്നാണ് പോലീസ് പറഞ്ഞത്. പിന്നെ എന്തിനാണ് പോലീസ് തിടുക്കപ്പെട്ട് ആ മൃതദേഹം ബന്ധുക്കൾക്ക് അടക്കുവാനായി വിട്ടുകൊടുത്തത്? മൃതദേഹം ഏറ്റുവാങ്ങിയ ഗോപൻ്റെ വീട്ടുകാരും സംഘടനകളും നെയ്യാറ്റിൻകരയിലെ നിംസ് ആശുപത്രിയുടെ മോർച്ചറിയിൽ കൊണ്ട് മൃതദേഹം വെച്ചു. തുടർന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത് VSDP അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ ഏറ്റെടുക്കുന്നതാണ്. അവർ ഗോപൻ്റെ പൊളിച്ചു കളഞ്ഞ ശവകുടീരത്തേക്കാൾ വലിയൊരെണ്ണം പണിത് മഹാസമാധിക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. മരിച്ച് 9 ദിവസം കഴിഞ്ഞ് അഴുകി നാറിയിരിക്കുന്ന നിലയിലുള്ള ആ മൃതദേഹം പിടിച്ച് കിടത്തിയാണ് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയത്. കിടത്തിയ ആ അഴുകിയ മൃതദേഹത്തെ വീണ്ടും ഒടിച്ച് പിടിച്ചിരുത്തി കമ്പിക്ക് കെട്ടി തുണിയിൽ പൊതിഞ്ഞ് നാറാതെ സ്പ്രേ അടിച്ച് അതുകൊണ്ടും നാറ്റം മാറാഞ്ഞ് കർപ്പൂരവും സാമ്പ്രാണിയും പുകച്ച് പെട്ടിയോട്ടോറിക്ഷയിൽ കയറ്റി അനൗൺസ്മെൻറ്റുമായി റോഡ് ഷോയായി മഹാസമിതിയാക്കുവാൻ കൊണ്ടുപോകുന്നത് കാണുക. മകനാണ് ആ മൃതദേഹം കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. മണിയനെ പൊതിഞ്ഞു കെട്ടി പെട്ടിയോട്ടോയിൽ കൊണ്ടുപോകുന്നത് കണ്ടുപോലും കൈകൂപ്പി തൊഴുതുന്നവരെ റോഡിൽ കാണുവാൻ നമുക്ക് സാധിക്കുമായിരുന്നു. ഒരാഴ്ച കഴിയുമ്പോൾ ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ വന്നു കഴിയുമ്പോൾ ശ്വാസം മുട്ടിയാണ് മരണം സംഭവിച്ചത്, അതിന് ഉത്തരവാദി കുടുംബമാണ് എങ്കിൽ എന്ത് ചെയ്യും? ഈ മഹാസമാധി എന്ത് സമാധിയാകും? പോലീസും ഭരണകൂടവും പഴി കേൾക്കേണ്ടി വരില്ലേ? കോടതി വാരി അലക്കില്ലേ? യഥാർത്ഥത്തിൽ പോലീസ് ചെയ്യേണ്ടിയിരുന്നത് എന്തായാലും അവർ ഇത്രയുമൊക്കെ സാഹസം ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റ് ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും വന്ന ശേഷം മാത്രമേ ആ മൃതദേഹം സർക്കാർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിന്നും വിട്ടുകൊടുക്കുവാൻ പാടുള്ളായിരുന്നു. ഇതിപ്പോൾ സർക്കാരും അന്വേഷണ ഉദ്യോഗസ്ഥരും അടക്കം സമ്മർദ്ദത്തിൽ ആയിരിക്കുകയാണ്. ഹൈന്ദവ സംഘടനകൾ ഈ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രാഥമിക നിഗമനത്തിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മൃതദേഹം വിട്ടുകൊടുത്തു. വീണ്ടും മഹാസമാധിയാക്കി. പരിശോധനാ ഫലം എതിരായാൽ പിന്നെ നിങ്ങൾ എന്തിന് പരിശോധനാ ഫലം വരുന്നതിന് മുൻപേ മൃതദേഹം വിട്ടു നൽകി എന്ന ചോദ്യം വന്നാൽ വീണ്ടും വിവാദമുണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ പരിശോധനാ ഫലം പോലും അട്ടിമറിക്കപ്പെടുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുമ്പും കേരളദേശത്തും ഈ ഇന്ത്യ മഹാരാജ്യത്തും പല സ്വാമിമാരും പാതിരിമാരും ബിഷപ്പുമാരും ഒക്കെ സമാധിയാകുകയും കാലം ചെയ്യുകയും ഉടലോടെ സ്വർഗത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരെ ആരെയും പോസ്റ്റ്മോർട്ടം ചെയ്തതായി കേട്ടിട്ടില്ല. വേണ്ട, ചികിത്സ കൊടുക്കാതെയും സ്ലോ പോയിസണിങ് നടത്തിയും ഒക്കെ തീർത്ത് കളഞ്ഞവർ പോലും, മൂലക്കുരുവിൻ്റെ അസഹ്യത കൊണ്ടുപോലും കാലം ചെയ്തവർ, ക്ഷമിക്കണം, കാലം കൊണ്ടുപോയവർ പോലും പിൽക്കാലത്ത് വിശുദ്ധന്മാരും പരിശുദ്ധന്മാരും ഒക്കെയായി മാറിയിട്ടുണ്ട്. അന്നൊന്നും അവർ നടത്തിയ കോപ്രായങ്ങൾ ആരും എതിർത്തില്ല, പരാതിയുമായി വന്നില്ല. ഇന്നിപ്പോൾ ഇത് വിവാദമായത് ഒരു നാടാർ സമുദായാംഗമായ മണിയൻ ആയതുകൊണ്ടാണ്. സാമ്പത്തികമായി കാര്യമായ ശേഷിയില്ലാത്തവരാണെന്ന് ഇവരുടെ വീടും ചുറ്റുപാടുകളും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കേസിനും മഹാസമാധിക്കും നിലവിലെ വിവാദം കൊഴുപ്പിക്കുവാനുമൊക്കെ ഫണ്ട് കൊടുക്കുന്ന ആളാണ് ഇന്ന് മണിയൻ്റെ മകനെയും ആ അഴുകിയ മൃതദേഹത്തെയും ഹൈജാക്ക് ചെയ്ത് മാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് കൺട്രാക്ക് കളിച്ചത്.
സമുദായത്തിൽ ഉണ്ടാകുന്ന ഇത്തരം വിവാദങ്ങൾ വിറ്റ് നേട്ടമുണ്ടാക്കുന്ന ഈ നേതാവ് ഈ വിവാദം ചില ഹൈന്ദവ സംഘടനകളുടെയും പാർട്ടികളുടെയും നേട്ടത്തിനായി ഇനി ഉപയോഗിക്കും. അതിന് കണക്ക് പറഞ്ഞ് കാശ് മേടിക്കുകയും ചെയ്യും. ഇനി വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ചാമിയുടെ സമാധി കുത്തിപ്പൊളിച്ച പിണറായി സർക്കാരിനെതിരെ സമുദായാംഗങ്ങളെ നിരത്തിലിറക്കുകയും അങ്ങനെ മണിയൻ്റെ സമാധിയുടെ ആദ്യഫലം വിഷ്ണുപുരത്തെ ഈ മിടുക്കൻ ഉണ്ടാക്കുകയും ചെയ്യും. ഒരു കാര്യം പറയാം, ഈ കേസിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്തിയില്ലെങ്കിൽ കേരളത്തിലെ മിക്ക വീടുകളിലും മഹാസമാധികൾ ഉയരും. അപ്പനും അമ്മയും സമാധിയാകുവാൻ പോകുന്നത് ആരോടും പറയരുത്, അതിൻ്റെ റീൽസ് മാത്രം തെളിവായി ഉണ്ടെന്ന് പറയുകയും ചെയ്യും. അതുകൊണ്ട് സർക്കാർ ഇതുവരെ കാണിച്ച ആശുഷ്കാന്തി ഈ കേസിൻ്റെ എല്ലാ ഘട്ടത്തിലും ഉണ്ടാവണം. മണിയനും കുടുംബത്തിനും വെളിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് നമുക്ക് സമാധാനിക്കാം. എന്നാൽ ഇതിനെ ന്യായീകരിച്ചു കൊണ്ടിറങ്ങുന്നവരെ കാണുമ്പോഴാണ് ശരിക്കും പോയി സമാധിയാകുവാൻ തോന്നുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.